നമസ്കാരം ഡാക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മമ്മൂക്കയുടെ പുതിയ ഫിലിമായ ടർബോയുടെ ടൈറ്റിൽ ആനിമേഷനാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ചെയ്തു വെച്ച സംഭവം ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോ, കണ്ടോ, ഈ ഒരു ടൈപ്പിലാണ് ഈ ടർബോ എന്നുള്ള സിമ്പിളായിട്ട്, വളരെ സിമ്പിളും പക്ഷേ നല്ല രസമുള്ള രീതിയിലാണ് ഈ ടൈറ്റിൽ ആനിമേഷൻ ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് വരുന്ന ഒരു പാറകൾ ഇങ്ങനെ പറന്ന് വരുന്നതാണ്. അത് കൈ വന്ന് ഇടിച്ചിട്ട് പൊട്ടുന്ന ഒരു 3D ആനിമേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ തീരില്ല, ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ടർബോ എന്ന് കാണിക്കുന്ന ഈ ഒരു സംഭവം മാത്രം അങ്ങ് ചെയ്യാം അല്ലേ. കണ്ടോ, ഈ ഒരു പാറ ഇങ്ങനെ മുന്നോട്ടേക്ക് പറന്ന് വരുന്ന സീനും, അതേപോലെ ഉള്ളിലൂടെ ഒരു ടെക്സ്ചർ കണ്ടോ പോകുന്ന ഈ ഒരു ടെക്സ്ചർ കണ്ടോ, ഈ ഒരു മെറ്റീരിയലിൻ്റെ കണ്ടോ, അതിങ്ങനെ മൂവ് ആകുന്ന ഒരു സംഭവമാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ പുറത്തോട്ട് ലൈറ്റ് വരുന്നൊരു സംഭവം കൂടെ ഉണ്ട്. അത് പക്ഷേ ഒരു കൺഫ്യൂഷൻ ആവും നിങ്ങൾ ചെയ്ത് വരുന്ന സമയത്ത്, തുടക്കക്കാരാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേറൊരു വീഡിയോ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതും അതും കണ്ടിട്ട് വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട്, സിമ്പിൾ എന്ന് പറയുമ്പോൾ അത്ര മോശമാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ, ഇത്തിരി പണിയുണ്ട്, എന്നാലും വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നേരെ ഫ്യൂഷൻ്റെ അകത്താണ് ഈ വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്യൂഷൻ ക്ലിപ്പിനെ ആഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇല്ലേ, ഈ ഒരു വീഡിയോ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യാണ്. ഇതിന് ജസ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലെങ്ത് ഇല്ലേ, ഈ ഒരു ലെങ്ത്താണ് നമ്മുടെ ടർബോയുടെ ആനിമേഷൻ ലെങ്ത് വരുന്നത്. ഓക്കെ അല്ലേ, ടർബോ എന്നുള്ള ടൈറ്റിൽ വരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതിനൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കണം. താഴെയും ഭാഗവും മുകള ഭാഗം ക്രോപ്പ് ആയി പോയിട്ടുണ്ടല്ലേ. ഇനി ഈ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ തപ്പിത്തെറിഞ്ഞ് പോകണ്ട. ഞാൻ ഈ വീഡിയോയും ഇതിൻ്റെ ടെക്സ്ചറും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ തന്നെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്ത് വെക്കാം. അപ്പോൾ നേരെ ഈ ഒരു ഫുട്ടേജ് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സൂം ചെയ്തിട്ട് സ്ക്രീനിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഫിറ്റായി. ഇനി ഈ പാറകൾ മേലേക്കാണ് പറക്കുന്നത്, താഴേക്ക് വരണം, കുറച്ചും കൂടെ ഭംഗിയാവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, വീഡിയോയുടെ ട്രാൻസ്ഫോമിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഇത് ഫ്ലിപ്പിൻ്റെ ആണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തല കുത്തനെയാവും വീഡിയോ, കണ്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ആ പാറ ഇങ്ങനെ താഴേക്ക് വരുന്നത്, ആക്ച്വലി ഫിലിമിന് മുന്നോട്ടേക്കാണ് വരുന്നത്. എനിക്ക് 3D ആനിമേഷനൊക്കെ ചെയ്ത് എടുക്കാവുന്നുള്ളൂ. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് 3Dയുടെ ഒക്കെ, പക്ഷേ ഒരുപാട് ടൈം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഈ ട്യൂട്ടോറിയൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് കടമെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ആഡ് ചെയ്തു. ഇനി ഇതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ് എന്ന് കാണാൻ പറ്റും. മുകളിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനാണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ഫ്യൂഷൻ ക്ലിപ്പായിട്ട് മാറി. ഇനി നമുക്ക് നേരെ ഫ്യൂഷൻ്റെ അകത്തേക്ക് പോകാം. Shift 5 ആണ് ഷോർട്ട് കട്ട്. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു മീഡിയ ഇന്ന് കിട്ടും. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കിട്ടാം, ഇവിടെ കാണാം. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കിട്ടാം, ഈ ഒരു സ്ക്രീനിൽ കാണാം. രണ്ട് സ്ക്രീനുകൾ ഉണ്ടല്ലോ അല്ലേ, ലെഫ്റ്റ് റൈറ്റ്. അതുപോലെ മീഡിയ ഔട്ട് കാണാം. ഇത് മീഡിയ ഔട്ടാണ്. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ കാണുക ആ ഒരു രീതിയാണ് ഔട്ട് കാണാൻ പറ്റുക. അപ്പോൾ ഇതിനെ നമുക്ക് 1 എന്നുള്ള കീയും 2 എന്നുള്ള കീയും പ്രസ് ചെയ്ത് ഇവിടേക്കും ഇവിടേക്കായിട്ട് മാറി മാറി കാണാനും അങ്ങനെയും പറ്റും കേട്ടോ. 1 പ്രസ് ചെയ്ത് അതിൽ കാണും, 2 പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അതൊക്കെ ബേസിക്കലി പറഞ്ഞുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇനി ഇത് F2 ബട്ടൺ ക്ലിക്ക് ചെയ്തിനൊന്ന് റീനെയിം ചെയ്യുകയാണ്. റോക്ക് എന്നുള്ളൊരു പേര് കൊടുക്കുക. നമുക്ക് റോക്ക് പാറി വരുന്നു അങ്ങനെ പേര് കൊടുത്തു. പിന്നെ നമുക്ക് ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ടൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഈ റോക്ക് എന്നുള്ള ഈ ഒരു സംഭവത്തിന് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒരുപാട് ഒഴിയൂല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് റോക്കിന് നമുക്ക് ആദ്യം ഗ്രീൻ സ്ക്രീന് റിമൂവ് ചെയ്തിട്ട് വർക്കിലേക്ക് അങ്ങ് കിടക്കാം അല്ലേ. അപ്പോൾ അതിന് റോക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ്, അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി സൈസ് എന്ന് പറഞ്ഞൊരു നോഡുണ്ട്, അതിനൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 1090 1080 HD റെസൊല്യൂഷനിലേക്ക് കിട്ടും. ഇത് എന്തിനാണ് ചെയ്യുന്ന അറിയാം, ബാക്കി ക്ലിപ്പുകളൊക്കെ HD ആണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും HD ഒരു ഫോർമാറ്റിലേക്ക്, അല്ലെങ്കിൽ 4K നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷനിലേക്ക്, ഒരേ റെസൊല്യൂഷനിലേക്ക് എല്ലാ മീഡിയം വരണം. എങ്കിൽ മാത്രമേ കൃത്യമായ ഒരു ഔട്ട് കിട്ടൂ. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ മൊത്തത്തിൽ ആ ഒരു ഭംഗി പോയി പോകും, നമുക്ക് വിചാരിച്ച പോലെ ഒരു ഔട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, റീസൈസിന് ശേഷം ഞാൻ ഷിഫ്റ്റ് സ്പേസ് തന്നെ അടിച്ചിട്ട് അവിടെ ഡെൽറ്റ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഡെൽറ്റ കീർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതാണ് നമുക്ക് ഗ്രീൻ സ്ക്രീൻ റിമൂവ് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, നല്ല ഗ്രീൻ സ്ക്രീനാണ്. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഗ്രീൻ ഒന്ന് മുന്നോട്ടേക്ക് നീക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനൊന്ന് നീക്കിയെടുക്കുക. ഇത് ഇത്തിരി ഒരു ബ്ലൂ കളർ വരുന്നതുകൊണ്ട് ഇത്തിരി ബ്ലൂവും കൂടെ അങ്ങ് മായ്ച്ച് കളഞ്ഞാൽ നല്ലൊരു ആ വീഡിയോ മാത്രം കിട്ടും. ഇനി ഒന്ന് വേണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കിയാൽ ഇവിടെ ഔട്ടിൽ കാണാൻ പറ്റും, പാറ മാത്രമായില്ലേ. ഓക്കെ, നേരത്തെ പാടിയ പാട്ടിൻ്റെ ബാക്കി പാറ മാത്രമായി. ഇനി അവന്മാരെ നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി അവർക്കുള്ള പണി ലാസ്റ്റാണ് വരുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് 2D ടെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യാം, 3D ടെക്സ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2D ടെക്സ്റ്റിൻ്റെ അത് വലിയൊരു രസമൊന്നും കാണില്ല. 3D ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ആ ടർബോയിൽ എങ്ങനെയാണോ വരുന്നത് അതേപോലെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ലാസ്റ്റ് കാണുന്ന ഈ ഒരു വരയുടെ ഇങ്ങോട്ട് കാണുന്ന ഇവരൊക്കെ 3Dക്കാരാണ്. അപ്പം ജസ്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, എല്ലാത്തിൻ്റെ കൂടെയും 3D കണ്ടോ. അപ്പോൾ ഇവരൊക്കെ 3Dകളാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് നോഡിനെയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ T എന്നുള്ളൊരു നോഡിനെ ഇവിടേക്ക് വലിച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് നോഡ് ഇവിടെ അപ്പിയർ ആയി. ഓക്കെ അല്ലേ. ഇനി ഈ ടെക്സ്റ്റ് നോഡിൻ്റെ അകത്ത് നേരെ വലിച്ചിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റ് ആവില്ല. ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഒരു മെർജ് ഇവിടേക്ക് ആഡ് ചെയ്തു, എന്നിട്ട്
3Dനെ ജസ്റ്റ് ഇവിടേക്ക് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ കണക്റ്റ് ആവില്ല. അതിൻ്റെ അർത്ഥം 3D സാധാരണ നോഡുകളായിട്ടൊന്നും കണക്റ്റ് ആവില്ല. അപ്പോൾ കണക്റ്റ് ആവണം എന്ത് ചെയ്യണം? 3Dനെ ആദ്യം തന്നെ റെൻഡർ ചെയ്ത് ഔട്ട് എടുക്കണം. ഓക്കെ അല്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അത് മാറി കിട്ടുമല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകണേ. എന്നാലും ഇത് ബേസിക് ഒന്നുമല്ല, ഇത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റിൻ്റെ അകത്തുനിന്ന് നേരെ ഒരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് റെൻഡർ 3Dയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റ് ആയി അല്ലേ? ഇനി റെൻഡർ 3Dനെ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യാണ്. നമ്മുടെ ഇവന്മാരെ മാറ്റി വെച്ച് തൽക്കാലം ഇനി റെൻഡർ 3Dൻ്റെ അകത്ത് ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇവിടേക്ക് എനിക്ക് ഒരാളും കൂടെ വേണം. ഇവന്മാർ രണ്ടാളെ ഇടയ്ക്ക് ഒരു ക്യാമറ വേണം, ഒരു ലൈറ്റ് വേണം. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഒരു ക്യാമറേനെ ആഡ് ചെയ്ത് വെച്ചു താഴേക്ക്. അതേപോലെ ഒരു ലൈറ്റിന് ഇവിടേക്ക് ആഡ് ചെയ്തു, സ്പോട്ട് ലൈറ്റ് കേട്ടോ. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പോട്ട് ലൈറ്റും ഒരു ക്യാമറയും. ഇനി എന്താണ്, ഇവിടെ ഒരു 3D മെർജ് ഉണ്ട്. ഈ ഒരു മെർജ് നമുക്ക് കണക്റ്റ് ആവില്ല എന്നിപ്പോൾ കണ്ടില്ല ഈ മെർജ്. അതുകൊണ്ട് 3D മെർജ് തന്നെ ഇവിടെ വേണം. 3D മെർജിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ നീല കളർ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പൈപ്പ് ലൈൻ കണക്റ്റ് ആവുകയാണെന്നാണ് അർത്ഥം കേട്ടോ. കണക്റ്റ് ആയി കണ്ടോ? ജസ്റ്റ് അവിടേക്ക് വലിച്ചു വിട്ടാൽ മതി. അപ്പോൾ ഈ റെൻഡറിൻ്റെയും ടെക്സ്റ്റിൻ്റെയും ഇടയിൽ ഒരു മെർജ് നമ്മൾ ആഡ് ചെയ്തു. അവിടേക്ക് എന്ത് ചെയ്യാണ്, ഒരു ക്യാമറേൻ്റെ പൈപ്പ് ലൈന് വലിച്ചു വിടുകയാണ്. അതുപോലെ സ്പോട്ട് ലൈറ്റിൻ്റെ ഒരു പൈപ്പ് ലൈനും വലിച്ച് കണക്ട് ചെയ്യാണ്. ഇപ്പോൾ ഇത്രയും ഏരിയകൾ ഇങ്ങോട്ട് മാറ്റി വെച്ച് റെൻഡർ കഴിഞ്ഞു. ഇനി ഇവനെയാണ് ഇങ്ങോട്ട് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ടെക്സ്റ്റിൻ്റെ അകത്ത് വന്നിട്ട് ഇനി നമുക്കൊരു ടെക്സ്റ്റ് പേര് കൊടുക്കണമല്ലോ. അതിന് ടർബോ എന്നുള്ളൊരു പേര് തന്നെ കൊടുക്കാം അല്ലേ? അവിടെ ടർബോ എന്നുള്ളൊരു പേര് കൊടുത്തു അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ, ഈ മെർജ് നോഡില്ലേ, ഈ മെർജ് നോഡിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഈ കുളത്തിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ മെർജായി കിടക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ക്യാമറയുടെ കാണാൻ പറ്റും, ലൈറ്റിൻ്റെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഓപ്ഷൻ ബട്ടൺ ഇല്ലേ, മാക്കിലാകുമ്പോൾ ഓപ്ഷൻ ബട്ടൺ, വിൻഡോസിലാകുമ്പോൾ ആൾട്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ കണ്ടോ, ഇതേപോലെ നമുക്ക് വേണ്ട രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് 3D വ്യൂ കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം, ക്യാമറയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു ഗ്രീൻ ആരോ കണ്ടോ, ഇതിന് പറയുന്ന ഒരു പിവോട്ട് എന്നാണ് കേട്ടോ. ഈ പിവോട്ടിനെ ബാക്കോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്ക്രീനിൻ്റെ അകത്ത് റെൻഡർ ഔട്ടിനെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ ബാക്കോട്ടേക്ക് പോകുമ്പോൾ ക്യാമറ എന്താണോ ക്യാപ്ചർ ചെയ്യുന്നത് അത് നമുക്ക് സെക്കൻഡ് സ്ക്രീനിൻ്റെ അകത്ത് കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു ലെങ്ത്തിൽ വെച്ച് കഴിഞ്ഞാൽ ടർബോ മൊത്തത്തിൽ ഇതിൻ്റെ അകത്തേക്ക് കണക്റ്റ് ആയില്ല. ഇപ്പോൾ മൊത്തത്തിൽ കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം, സൂം ഔട്ട് ചെയ്യണമെങ്കിൽ കമാൻഡ് ബട്ടൺ വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ആയിരിക്കും പ്രസ് ചെയ്യുക, മൗസിൻ്റെ മിഡിൽ ബട്ടൺ സ്ക്രോൾ ചെയ്യുക. ഇത്തിരി താഴേക്കോ മേലേക്കോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻട്രലായിട്ട് നമുക്ക് ടർബോ എന്നുള്ളത് ഇപ്പോൾ കാണാൻ പറ്റും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ടർബോൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അതിന് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ അകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഇൻസ്പെക്ടർ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ അകത്ത് ഫോണ്ട് ഒന്ന് മാറ്റണം. സാൻസ് പോസ്റ്റർ ബോൾഡ് JL എന്നുള്ളൊരു ഫോണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ ഡിഫോൾട്ടായിട്ട് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും കേട്ടോ. ഫ്രീ ഫോണ്ടാണ് എങ്ങനെയായാലും. അപ്പം വീണ്ടും ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ടർബോനെ കറക്റ്റായിട്ട് വെച്ചു. ഇതിൻ്റെ 6ൻ്റെ ലെഗ് ഇത്തിരി വളഞ്ഞിട്ടാണ് ടർബോൻ്റെ ഉള്ളത്, ബാക്കിയൊക്കെ ഏകദേശം സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫോൺ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയല്ലോ, എവിടെയും മിസ്സിങ് ഒന്നുമില്ലല്ലോ അല്ലേ? സ്കിപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവട്ടോ, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ നോക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്, സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അല്ലേ? സ്പോട്ട് ലൈറ്റിൻ്റെ നമുക്ക് ഇത്തിരി ബാക്കോട്ടേക്ക് വലിച്ചു വെക്കാം. ഓക്കെ അല്ലേ? ഇവിടുന്ന് സ്പോട്ട് ലൈറ്റും കുറച്ച് ബാക്കോട്ടേക്ക് വലിച്ചു വെച്ചു. ഇനി ഈ റെൻഡറിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം റെൻഡറിൻ്റെ അകത്ത് നമുക്ക് ലൈറ്റും ഷാഡോയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്താണ് നമുക്ക് ഈ സ്പോട്ട് ലൈറ്റിൻ്റെ ഫംഗ്ഷന് വർക്കിംഗ് ആണോ അല്ലെന്ന് മനസ്സിലാവും. കണ്ടോ, സ്പോട്ട് ലൈറ്റ് ബാക്കോട്ടേക്ക് വലിക്കുന്ന സമയത്ത് കണ്ടോ. അപ്പോൾ സ്പോട്ട് ലൈറ്റ് ഫുള്ളാക്കിയിട്ട് കേട്ടോ. ഇനിയാണ് ഞാൻ സെറ്റിങ്സ് ചെയ്യാൻ പോകണേ. 3D വീണ്ടും ടെക്സ്റ്റിൻ്റെ അകത്ത് തന്നെ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് താഴേക്ക് ടെക്സ്റ്റിൻ്റെ സെറ്റിങ്സ് വന്ന് അവിടെ എക്സ്റ്റൻഷൻ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും, അതൊന്ന് ഓൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ടെക്സ്റ്റിൻ്റെ തിക്നെസ് കൂട്ടാനൊക്കെ പറ്റും. നോക്കിക്കോ, ഇവിടെ ഇത്തിരി ബിവൽ ഇത്തിരി കൂട്ടുക, അതേപോലെ ബിവൽ വിഡ്ത്ത് കൂട്ടുക. കണ്ടോ, ഇപ്പോൾ ഒരു സംഭവം വന്നാൽ കണ്ടോ, ഈ സൈഡിൽ കൂടെ ഈ ഒരു സംഭവം ടർബോയുടെ ടൈറ്റിലുണ്ട്. പിന്നെ അതിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട പോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സിനിമയിലുള്ള പോലെ തന്നെ വരണം എന്നില്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വരണം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആക്കി വെക്കുക. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ക്ലാസ്സിങ്ങിന് തൊട്ടപ്പുറത്ത് കേട്ടോ. ആ കസ്റ്റത്തിൻ്റെ അകത്ത് വന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കസ്റ്റം ചെയ്ത് വെച്ചേക്കുന്നത്, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് എൻ്റെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണോ വേണ്ടത്, ഈ ഒരു 4 സെറ്റിങ്സും ഇതൊക്കെ ക്ലാസിക് മതി. കസ്റ്റമായിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ മാറ്റിയാൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഔട്ടുകളായിരിക്കും മുകളിലായിട്ട് കാണാൻ പറ്റുക. ഇനി നമുക്ക് ടെക്സ്ചർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിൽ വെച്ചു. ഇനി നമുക്ക് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ ലാസ്റ്റ് മാറ്റം വരുത്താം കേട്ടോ. ഇനി എനിക്ക് വേണ്ട ഈ
ടെക്സ്റ്റിന് ഒരു മെറ്റീരിയലാണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ മെറ്റാലിക് ആയിട്ടുള്ള ഒരു സംഭവം കണ്ടോ, ആ ഒരു ടൈപ്പ് വരണമെങ്കിൽ ഇവിടേക്ക് ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും മീഡിയ പൂൾ ഒന്ന് ഓൺ ചെയ്യണം. ഇവിടെ മീഡിയ പൂൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് വെച്ച പാക്കേജിൽ ഈ ഒരു ഫോട്ടോ കാണാൻ പറ്റും. ഇതിന് ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? എൻ്റെ മീഡിയ പൂൾ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് കാണണമെങ്കിൽ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ ഈ 3D ടെക്സ്റ്റിന് കൊടുക്കുന്നത്. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. എന്നിട്ട് റീപ്ലേസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റീപ്ലേസ് മെറ്റീരിയൽ 3D എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. റീപ്ലേസ് മെറ്റീരിയൽ 3D കേട്ടോ. അതിനെ ഒന്ന് ആഡ് ചെയ്യാം. ഈ ടെക്സ്റ്റ് കഴിഞ്ഞ ശേഷം അതിനെ ആഡ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? ഇവനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1090 1080 ആണോ നോക്കുക, അല്ലല്ലേ വേറെ റെസൊല്യൂഷൻ ആണ്. അപ്പോൾ ആ റെസൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. റീസൈസ് എന്നുള്ള നോഡിനെ കൂടി ആഡ് ചെയ്യുക. കൺഫ്യൂഷൻ ആവുന്നില്ലല്ലോ അല്ലേ? ഓക്കെ. ഇനി റീസൈസിൻ്റെ അകത്ത് കറക്റ്റാണ് റെസൊല്യൂഷൻ വന്നേക്കുന്നത്. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണം? നേരെ ഈ റീപ്ലേസ് മെറ്റീരിയലിൻ്റെ ഈ പച്ച കണക്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ ടർബോ എന്നുള്ളൊരു സംഭവം അപ്പിയർ ആയി. ഇനി ഇതിൻ്റെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ റീസൈസ് നോഡ് കഴിഞ്ഞ ശേഷം ഒരു ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ നോഡ് ഇവിടെ കാണാൻ പറ്റും. ട്രാൻസ്ഫോം നോഡ് അതിനെ ആഡ് ചെയ്യാം. ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്തു. എന്തൊക്കെയാണ്? ആ ഫോട്ടോനെ ആഡ് ചെയ്തു. വേണമെങ്കിൽ F2 അടിച്ചിട്ട് മെറ്റലിന് അടിച്ചു വെക്കുക അല്ലേ? മെറ്റലിന് ആഡ് ചെയ്തു. അതിന് റീസൈസ് കൊടുത്തു. അതിന് ട്രാൻസ്ഫോം കൊടുത്തിട്ട് റീപ്ലേസ് മെറ്റീരിയലിലേക്ക് കണക്ട് ചെയ്തു. സിമ്പിളാണ്. ഇതൊന്ന് നോക്കി വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്യിച്ചാൽ നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് ചെയ്തു പോകാവുന്നേ ഉള്ളൂ. ഇനി ഇതിനെ ഞാൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ കിട്ടും. ഇതിങ്ങനെ മേലോട്ടേക്കും താഴേക്കും വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് എവിടെയാണോ ആ കട്ടിങ് ആയിട്ട് വരേണ്ടത് അത് കിട്ടും. ഇനി കുറച്ച് സൂം ചെയ്ത് വെക്കണമെങ്കിൽ സൂം ചെയ്ത് വെക്കാം. കണ്ടോ, ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആക്കി വെക്കാം കേട്ടോ. ടർബോ ഓവർ ലൈറ്റ് ഒന്നും വേണ്ടെങ്കിൽ എങ്ങനെയാണോ ലൈറ്റ് കുറഞ്ഞ ഭാഗം വരുന്നത് അതേപോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. 6ൻ്റെ അകത്ത് മാത്രം ഒരു കളർ കൂടുതലല്ലേ? സ്പോട്ട് ലൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഇൻസ്പെക്ടറിൽ വീഴുക. ഇൻറ്റൻസിറ്റി ലേശം കുറച്ചാൽ മതി. കണ്ടോ, ഇൻറ്റൻസിറ്റി ലേശം കുറയ്ക്കുന്ന സമയത്ത് അതേപോലെ ഇതിൻ്റെ പൊസിഷനും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുക. അതിനനുസരിച്ച് നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ ലൈറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഇൻറ്റൻസിറ്റി വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ കോൺ ആംഗിൾ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എവിടെയാണ് ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം കിട്ടും. ഓക്കെ, ഇത്രയും ചെയ്തു. അപ്പോൾ നമ്മുടെ ടർബോയും ഓൾമോസ്റ്റ് സെറ്റായി. പക്ഷേ ഈ എഡ്ജിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടല്ലേ? എഡ്ജ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ആക്കണം. ഈ ടെക്സ്ചർ ആഡ് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത്. ടെക്സ്റ്റിൻ്റെ അകത്ത് തന്നെ വരിക, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മീഡിയ പൂളിൻ്റെ അകത്ത് വന്നിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിനെ ഈ 3D റെൻഡർ നേരെ താഴെയായിട്ട് വെക്കുക. അത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുകയാണ്, അല്ലാതെ ഇത് എവിടെ വെച്ച് കഴിഞ്ഞാലും പ്രശ്നമല്ല കേട്ടോ. എന്നിട്ട് ഇവൻ്റെ അകത്തുനിന്നൊരു പൈപ്പ് ലൈൻ വലിക്കുക. എവിടെ നിന്നാണ്? റെൻഡർ 3D എന്നൊരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് മീഡിയ ഇന്നില്ലേ അവിടേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഇത് ബാക്ക്ഗ്രൗണ്ടാണ്. നമുക്കിതിനെ F2 അടിച്ചിട്ട് BG എന്നുള്ളൊരു പേര് കൊടുക്കുക അല്ലേ? F2 ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി ഈ മെർജിൻ്റെ അടുത്ത് ഇവിടേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ റീസൈസ് ആയി പോയതില്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് റീസൈസ് നോഡിനെ ആഡ് ചെയ്ത് ഇതും HD ആക്കി മാറ്റും. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു സംഭവം കിട്ടിയില്ലേ? ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഇത്തിരി മാറ്റണം. അതിനുവേണ്ടി എന്താ ചെയ്യുക? ഇവിടെ നിന്നൊരു കളർ നോഡ് കണ്ടോ? ഈ ഒരു കളർ നോഡിനെ സിമ്പിളായിട്ട് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഇത്തിരി ഒരു പച്ച പോലത്തെ ഒരു കളറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു പച്ച പോലത്തെ ഒരു കളറിലേക്ക് കണക്ട് ചെയ്ത ശേഷം സാച്ചുറേഷൻ കുറച്ച് കുറയ്ക്കുക. ഓവർ കറുത്ത് പോകണ്ട, കുറച്ച് സാച്ചുറേഷൻ കുറയ്ക്കുക. പിന്നെ കളറൊക്കെ ലൈറ്റൊക്കെ വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം വരുന്നത് ആ ഒരു ടൈപ്പിലേക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, കോൺട്രാസ്റ്റ് ഒക്കെ കുറച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണോ ആ ഒരു ടൈപ്പിലേക്ക് വെക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ടർബോ ലുക്ക് കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടെക്സ്ചർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കിട്ടണം അല്ലേ? അതിനുവേണ്ടി നമ്മൾ ആദ്യം ആഡ് ചെയ്ത മെറ്റീരിയലില്ലേ, ഈ ഒരു മെറ്റീരിയലിൽ ഒരു ട്രാൻസ്ഫോം നോഡ് നമ്മൾ ആഡ് ചെയ്തല്ലോ. ഈ മെറ്റീരിയലിൻ്റെ അകത്ത് ഒരു ട്രാൻസ്ഫോം നോഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ട്രാൻസ്ഫോം നോഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെൻറ്റർ പോയിന്റ് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് സെൻറ്റർ പോയിന്റ്. ഇത് കണ്ടോ, മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ആ ടെക്സ്ചർ മൂവ് ആകുന്നത് സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത് മൂവിങ് തുടങ്ങുന്നത് അവിടെ കട്ടായി പോയത് ഇവിടെ വെക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? ഈ പ്ലേ ഹെഡർ കണ്ടോ ചുമപ്പ്, അതിനെ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ച ശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. കണ്ടോ ഈ റെഡ് ബട്ടൺ സംഭവം കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുന്ന കീ ഫ്രെയിം അപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ അവസാനം വീഡിയോ തീരുന്നത് എവിടെയാണ്? ഈ മഞ്ഞ
ബോർഡർ ഉണ്ടോ അവിടെയാണ്, അവിടേക്ക് കൊണ്ടുവയ്ക്കുക. ഓക്കെ, ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ച ശേഷം ഈ ടർബോ എന്നുള്ള സംഭവം എങ്ങനെ മൂവ് ചെയ്യേണ്ടത്, ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം, തിരിച്ച് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര സ്പീഡ് വേണമെന്നൊക്കെ നോക്കി ഒന്ന് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു കീ ഫ്രെയിം അപ്ലൈ ആവും. ഇനി വീണ്ടും 0ൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കണ്ടോ ടർബോ എന്നുള്ള സംഭവം മൂവ് ആയിട്ട് പോകുന്നത്. സിമ്പിൾ അല്ലേ? ആ ഒരു ടൈപ്പിലാണ് ടർബോൻ്റെ അനിമേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ പാറ വരുന്നത് സീനും ചെയ്യണം. അതേപോലെ ഇതിന് ലേശം ഒരു കളർ ഗ്രേഡ് കൊടുക്കണം അല്ലേ? അതിന് എന്ത് ചെയ്യണം എന്നറിയാം, ഈ റെൻഡർ 3D വന്നില്ലേ, അത് മെർജ് ആവുന്നതിൻ്റെ ഇടയിലായിട്ട് റെൻഡർ 3Dയും അതുപോലെ മെർജിൻ്റെ ഇടയിലായിട്ട് ഒരു കളർ നോഡ്, ഈ ഒരു കളർ കറക്ഷൻ നോഡിനെ ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് അതിന് ഇത്തിരി ഒരു പച്ചയിലേക്ക് ഡെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, ചെറിയൊരു പച്ചയിലേക്ക് കിട്ടും. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തികേടായിപ്പോവും. എന്നിട്ട് അതിൻ്റെ പറഞ്ഞ സാച്ചുറേഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഏത് ടൈപ്പിലാണ് വേണ്ടത് അതിനനുസരിച്ച് മാറ്റി മാറ്റി കൊണ്ടുപോകട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ മതിയെന്ന് കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ബ്രൈറ്റ്നസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, നേരത്തെ നമ്മൾ ചെയ്തല്ലോ അതേപോലെ ഇൻറ്റൻസിറ്റി കുറച്ച പോലെ എവിടെയും നമുക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു രൂപത്തിൽ ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് മെയിനുള്ള പാറകൾ ഇതിലേക്ക് കണക്റ്റ് ആവണം അല്ലേ? ഈ ലാസ്റ്റ് ഒരു മീഡിയ ഔട്ടിലേക്ക് ഇവിടെ നിന്നൊരു കണക്ഷൻ പോകുന്നുണ്ട്. റോക്ക്, നമ്മുടെ ഫസ്റ്റത്തെ റോക്ക് അവനൊന്ന് ഇവിടേക്ക് അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം ഈ മീഡിയ ഔട്ടിൻ്റെ അകത്ത് നിന്ന് ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളുണ്ടല്ലോ, ഈ ബാക്ക്ഗ്രൗണ്ടും അതിനോടനുബന്ധിച്ച സംഭവങ്ങൾ മെർജിൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള ഭാഗങ്ങൾ ഇവിടേക്കൊന്ന് മാറ്റി വെക്കുകയാണ് ഞാൻ. എന്നിട്ട് ഈ റോക്കിൻ്റെ ആ സംഭവം ഇവിടേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇനി ഈ റോക്കിന് നമുക്ക് ഈ ടർബോയുടെ മുന്നിലായിട്ടും ബാക്കിലായിട്ടും ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ ഈ ടെക്സ്റ്റുകൾ മൊത്തം ഇവന്മാർ മൊത്തം ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളാണ് അല്ലേ? ഇത്ര ഏരിയ ഒന്ന് മൊത്തം സെലക്ട് ചെയ്ത്, ഇതിൽ സെറ്റിങ്സ് ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇവനെ മൊത്തം ഒന്ന് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ എവിടെയെങ്കിലും. ഗ്രൂപ്പ് കമാൻഡ് G ആണ്, വിൻഡോസിൽ നമുക്ക് കൺട്രോൾ G ആയിരിക്കും മിക്കവാറും. അവനെ ഗ്രൂപ്പ് ചെയ്ത് അവിടേക്ക് മാറ്റിയേക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒരുപാട് കുറയും, ഇല്ലെങ്കിൽ അവന്മാരും കൂടെ കണ്ടു കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂഷൻ ആവും. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഇവനും അവൻ്റെ റീസൈസും കറക്റ്ററും ഒക്കെ വരുന്ന ആ സംഭവങ്ങളും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ് കൊടുക്കുക. ഗ്രൂപ്പ് കൊടുത്തു. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിന് താഴേക്കും ടെക്സ്റ്റിൻ്റെ മുകളിലും ഇതിൽ ടെക്സ്റ്റ് നോഡിൻ്റെ ഈ പച്ച കണക്ടറിൽ തന്നെയാണ് കണക്റ്റ് ആയതെന്ന് കൺഫേം ആക്കുക. അതിനൊന്ന് റിമൂവ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് ആ ടെക്സ്റ്റിൻ്റെ അകത്തുനിന്ന് ഒരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഈ റോക്ക് എന്നുള്ള ഈ സംഭവം ഉണ്ടല്ലോ, റോക്കിൻ്റെ അവസാനത്തെ ഇവിടേക്കൊന്ന് കണക്ട് ചെയ്യുക. വേണമെങ്കിൽ റോക്കിനെ ഇതേപോലെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം അല്ലേ? റോക്ക് 1 എന്നുള്ള പേര് കൊടുക്കുകയാണെങ്കിൽ റോക്ക് എന്ന് ഓൾറെഡി ഒരു പേരുള്ളതുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഒരു മെർജും കൂടെ ഇവിടേക്ക് മാനുവലി ആഡ് ചെയ്യുകയാണ്. ഒരു മെർജ് ഇവിടേക്ക് വലിച്ച് ഇട്ടു. ഇവിടെ ഉണ്ട് മെർജ്, ഒരു മെർജും കൂടെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഇത്രയും വീഡിയോകൾ വരുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് റോക്ക് വരുന്നത്. ഇനി ഫോർഗ്രൗണ്ടിൽ റോക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും സംഭവങ്ങളും വരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ റോക്കിൻ്റെ അകത്ത് തന്നെ ഒരു പൈപ്പ് ലൈൻ വലിക്കുക. എന്നിട്ട് ഈ പച്ച കണക്ടർ കണ്ടോ, പച്ചയിൽ തന്നെ കണക്റ്റ് ആവണേ, അതാണ് ഫോർഗ്രൗണ്ട്. പച്ചയിൽ കണക്ട് ചെയ്തു. ഓക്കെ, ഇത്തിരി മാറ്റി വെക്കണേ. എന്നിട്ട് ഈ ഒരു ഔട്ടില്ലേ, ഈ മെർജിൻ്റെ ഔട്ടിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു കണക്ഷൻ കൂടെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെർജ് എടുത്തിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്ത് നോക്കണേ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റൂ. മെർജ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടുക. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാണ്ടോ, റോക്ക് ബാക്കിലായിട്ടും ഫ്രണ്ടിലായിട്ടും വരുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിലുള്ള റോക്കും ബാക്കിലുള്ള റോക്കും ഒരേ സൈസ് ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലുള്ളത് മാറി മാറി കാണില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ റോക്ക് ഫോർഗ്രൗണ്ട് കണക്ട് ആയി പച്ച കണക്ടറില്ലേ, ഈ പച്ച കണക്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ട്രാൻസ്ഫോം നോഡിനെയും കൂടെ ആഡ് ചെയ്യുക. ട്രാൻസ്ഫോം നോഡിനെ വലിച്ചിട്ട് ഈ പച്ച ഈ കണക്ടറിൽ തന്നെ കണക്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈസ് ഇത്തിരി കൂട്ടി വെക്കുക. അപ്പോൾ അത് വേറെ റോക്കായിട്ട് മാറും. അതുപോലെ അതിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ ഇത്തിരി ചേഞ്ച് ചെയ്ത് വെക്കാം. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ ഇതിൽ വരുത്തി വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മാറ്റം നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, പല ടൈപ്പിലുള്ള റോക്കുകളായി അല്ലേ? ടർബോ ചെയ്യുന്നതിൻ്റെ മുന്നിൽ വേറെ റോക്കുകൾ, ബാക്കിൽ വേറെ റോക്കുകൾ, അങ്ങനെ പല ടൈപ്പിലുള്ള സ്റ്റൈൽ കിട്ടി. ഇനി നമുക്ക് നേരെ കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ നമ്മുടെ മെർജിൻ്റെ പച്ച കണക്ടറിലേക്ക്. അതായത് ബാക്ക്ഗ്രൗണ്ട് കണക്റ്റ് ആയേക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണക്റ്റ് ആയേക്കുന്ന അതിൻ്റെ ഈ ഒരു പച്ച കണക്ടറിലേക്ക് ഇവിടുന്ന് മെർജിൽ ഒരു കണക്ട് ചെയ്യുക. എന്നിട്ട് ഔട്ട് എടുത്തിട്ട് ഔട്ടിലേക്ക് കണക്ട് ചെയ്യാം. കണ്ടോ? ഇനി നേരെ എഡിറ്റിൻ്റെ അകത്തേക്ക് വരിക. എഡിറ്റിൻ്റെ അകത്ത് വന്നിട്ട് ഇതിൽ ക്രോപ്പ് ചെയ്യണമെങ്കിൽ മോൾ ഭാഗവും താഴ്ഭാഗം ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫൂട്ടേജിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ടറിൽ വരിക, അതിൽ ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്യുക. ടോപ്പ് ക്രോപ്പ് 100 കൊടുക്കുക, താഴെ അതേപോലെ 100 കൊടുക്കുക. അപ്പോൾ മുകളിലും താഴെയും ക്രോപ്പ് ചെയ്തൊരു ഫിലിം ലുക്കിലേക്ക് വീണ്ടും വന്നു അല്ലേ? ഇനി എന്തെങ്കിലും കളർ ഗ്രേഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ഗ്രേഡ് പാനൽ വന്നിട്ട് ചെറിയ കളർ ഗ്രേഡൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ രസകരമായിട്ടുള്ള ഒരു സംഭവം കിട്ടും.
ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഫൈനൽ ഔട്ട്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്നോട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് വീഡിയോസ് പഠിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ വീഡിയോസിൽ പോകുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.